ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കൽസ് ആണ്. പ്ലസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ആർട്ടിക്കൽസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കൽ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ വാർത്തയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമുക്ക് അതിനകത്ത് ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കാര്യങ്ങളാണ് കൂടുതലും എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. വാർത്തയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: സുപ്രീം കോടതി കൊളീജിയം റെക്കമെൻഡ്സ് ട്രാൻസ്ഫർ ഓഫ് ജസ്റ്റിസ് വർമ്മ. അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരന്റ് ഹൈക്കോടതിയായ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ആ ഒരു ടൈമിലാണ് അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഒഫീഷ്യൽ റെസിഡൻസിൽ നിന്നും കുറച്ച് ഈ പറഞ്ഞ പോലെ മണി ഈ പറഞ്ഞ പോലെ പൈസ ഈ പറഞ്ഞ പോലെ കണ്ടെത്തിയതായിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായിട്ട് സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ തൽക്കാലം നീക്കി അദ്ദേഹത്തിന് ഈ പറഞ്ഞ വീണ്ടും സുപ്രീം കോടതി കൊളീജിയം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു, ഗവൺമെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആക്ച്വലി എക്സാം റിലേറ്റഡ് പഠിക്കാനുള്ളത് ആ ഒരു കൊളീജിയം സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൻ സുപ്രീം കോടതിയിലേക്ക് പുതിയ ജഡ്ജി പറഞ്ഞ പോലെ അപ്പോയിന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് വന്നപ്പോഴേക്കും അതിന് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ ഈ ഒരു ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഇന്ത്യൻ പൊളിറ്റിയുടെ പെർസ്പെക്ടീവിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക്ക് MGNREGയുമായിട്ട് ബന്ധപ്പെട്ടാണ്. MGNREG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. നമ്മൾ മലയാളത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയുമല്ലോ, അതാണ് ബേസിക്കലി ആ ഒരു സ്കീം. അപ്പൊ ഇതിനകത്ത് നിലവിൽ പറയുവാണെങ്കിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ ജോബ് കാർഡുകളും ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് ജോബ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് MGNREGയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നമുക്ക് പേയ്മെന്റ് കൃത്യമായിട്ട് കിട്ടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പാസ്റ്റ് ഒരു 4 വർഷത്തിനിടയിൽ ഏകദേശം 10 കോടി ആളുകളുടെ MGNREG കാർഡുകളാണ് ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. പത്രവും ക്യാൻസലേഷൻ നടക്കുമ്പോഴേക്കും ഇത് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരം ഒരു കാർഡ് ഉടമകൾക്ക് കിട്ടാറില്ല. എന്തുകൊണ്ടാണ് തങ്ങളുടെ കാർഡ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയെന്നുള്ളതിന്. അപ്പൊ അതിനെ റിലേറ്റഡ് ഗവൺമെന്റ് ഇപ്പോൾ ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ മാത്രമേ ഒരാളുടെ ജോബ് കാർഡ് ക്യാൻസൽ ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് ഗൈഡ് ലൈൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് മെയിൻലി ആ ഒരു ആർട്ടിക്കിളിനകത്ത് വാർത്തയിൽ വന്നിരിക്കുന്നത്, നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് ഡിജിറ്റൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഇപ്പം ബഡ്ജറ്റ് സെഷനും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നമ്മൾ പറഞ്ഞു റീസെന്റ് പറഞ്ഞ പോലെ ബഡ്ജറ്റിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ വരാൻ പോകുന്ന ഏപ്രിൽ 1 തൊട്ടിട്ടാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അപ്പൊ ഏപ്രിൽ 1 തൊട്ടിട്ട് പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ചെറിയൊരു മാറ്റങ്ങൾ ഡിജിറ്റൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട്. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ടാക്സ് ഉണ്ട്. അതായത് എസ്പെഷ്യലി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ബട്ട് ദർ റൂട്ട്സ് ആർ നോട്ട് ഇൻ ഇന്ത്യയിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന കമ്പനികൾ, എസ്പെഷ്യലി ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൂഗിൾ പോലുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളുടെ മേൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ് ഡിജിറ്റൽ ടാക്സ്. അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈക്വലൈസേഷൻ ലെവി എന്ന് ബേസിക്കലി പഠിക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഗവൺമെന്റ് ഈസ് പ്ലാനിംഗ് ടു അബോളിഷ് ദിസ് കൈൻഡ്സ് ഓഫ് ഈക്വലൈസേഷൻ ലെവി ബൈ April 1, 2025. അപ്പൊ അതിനെക്കുറിച്ചിട്ടാണ് വാർത്ത വന്നിട്ടുണ്ടാവും. നമുക്ക് ഡിജിറ്റൽ ടാക്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ദെൻ ഫോർത്ത് ടോപ്പിക് ഇത് ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന മെയിൻ ആർട്ടിക്കിളാണ് ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് 2024. ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന UNEP ആണ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിനകത്ത് ഇന്ത്യ ഹൈലൈറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഇവിടുത്തെ ഫുഡ് വേസ്റ്റേജിനെ കുറിച്ചിട്ടും അതുവഴി ഉണ്ടാകുന്ന ഈ പറഞ്ഞ രീതിയിൽ എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, എക്കണോമിക്കലും എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടോപ്പിക് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഗവേണൻസ് പോളിസി റിലേറ്റഡ് ആയിട്ട് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ശേഷം ഒരു പ്രിലിംസിന്റെ മോഡൽ MCQ സോൾവ് ചെയ്തായിരിക്കും സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ സുപ്രീം കോടതി കൊളീജിയം റെക്കമെൻഡ്സ് ട്രാൻസ്ഫർ ഓഫ് ജസ്റ്റിസ് വർമ്മ എന്നുള്ളതാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ റിപ്പീറ്റേഷൻ അധികം വരുന്നില്ല. അപ്പൊ എനിവേ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആ ഒരു ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൊളീജിയമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സാം റിലേറ്റഡ് പഠിക്കാനുള്ളത് കൊളീജിയം സിസ്റ്റം ഇൻ ഇന്ത്യ ആണ്. അപ്പം എന്താണ് ഇന്ത്യയിലെ കൊളീജിയം സിസ്റ്റം എന്ന് പറയുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരുന്നേക്കാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓർക്കണം, ദ കൊളീജിയം സിസ്റ്റം ഫോർ ദ അപ്പോയിന്റ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. എസ്പെഷ്യലി ഓർക്കുക, സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും ഉള്ള ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ് അവരുടെ ട്രാൻസ്ഫറും നടത്താനായിട്ടുള്ള സിസ്റ്റത്തിന്റെ പേരാണ് കൊളീജിയം സിസ്റ്റം. നോട്ട് ടു ലോവർ കോർട്സ്. ലോവർ കോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡിസ്ട്രിക്ട് കോടതികളോ അല്ലെങ്കിൽ താഴെയുള്ള കോടതികളിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകളെയോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനോ ഒന്നുമല്ല ഇത് പറയുന്നത്. ഇവിടത്തേക്കുള്ള കോടതികളിലേക്കുള്ള അപ്പോയിന്റ്മെന്റ്സും ട്രാൻസ്ഫർ മാത്രമേ പറയുന്നുള്ളൂ. സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ കൊളീജിയം സിസ്റ്റം. ആൻഡ് ദിസ് ഇസ് നോട്ട് റൂട്ടഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിനകത്ത് ഒന്നും തന്നെ ഈ കൊളീജിയം സിസ്റ്റത്തെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇത് ഇവോൾവ് ചെയ്തു വന്ന ഒരു സിസ്റ്റമാണ് ത്രൂ സെവറൽ ജഡ്ജ്മെന്റ്സ് ഓഫ് സുപ്രീം കോടതി. സുപ്രീം കോടതിയിലെ ഓരോരോ ജഡ്ജ്മെന്റുകളിലൂടെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു സിസ്റ്റമാണ് കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ പ്രകാരം നമുക്ക് പ്രധാനമായിട്ടുള്ള സുപ്രീം കോടതി കൊളീജിയമാണ്. സുപ്രീം കോടതി കൊളീജിയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അപ്പെക്സ് കോടതിയിലെ കൊളീജിയം സിസ്റ്റമാണ്. അവിടത്തേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ നിയന്ത്രിക്കുന്നു. ആ കൊളീജിയത്തിന്റെ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്, അലോങ് വിത്ത് ദ 4 സീനിയർ മോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജസ്. നമുക്കറിയാം
സുപ്രീം കോടതിയിൽ ഏകദേശം 34 ജഡ്ജിമാരുടെ സ്ട്രെങ്ത് ആണ് നിലവിൽ നമ്മുടെ സുപ്രീം കോടതിയിലുള്ളത്. ആ 34 പേരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജിയാണ് ഈ പറഞ്ഞ രീതിയിൽ CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടാറുള്ളത്. ഈ സീനിയർ മോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏജ് റിലേറ്റഡ് ആയിട്ടല്ല പലപ്പോഴും പരിഗണിക്കാറുള്ളത്. ഏജ് ഒരു ഫാക്ടറാണ്, ബട്ട് ദ മെയിൻ തിങ് ഇസ് എക്സ്പീരിയൻസ്. എത്ര നാളത്തെ എക്സ്പീരിയൻസ് സുപ്രീം കോടതിയിൽ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിൽ CJI ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. എനിവേ ആ ഒരു കൊളീജിയൻ സിസ്റ്റത്തിനകത്ത് ഹെഡ് ആയിട്ട് നിൽക്കുന്ന CJS, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അദ്ദേഹത്തിന് ഈ പറഞ്ഞ 4 സീനിയർ മോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജിമാരും ഉണ്ട്. ആൻഡ് ദിസ് കൊളീജിയൻ സിസ്റ്റം റെക്കമെൻഡ്സ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ ജഡ്ജസ് ടു സുപ്രീം കോടതി. ഇനി രണ്ടാമത്തെ കൊളീജിയം എന്ന് പറയുന്നത് ഹൈക്കോർട്ട് കൊളീജിയമാണ്. മീൻവൈൽ ഈ കൊളീജിയം എന്ന് പറയുന്നത് നേരെ നമ്മൾ സുപ്രീം കോടതിയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഹെഡ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. ആ ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസും പിന്നെ അവിടെയുള്ള 2 സീനിയർ മോസ്റ്റ് ജഡ്ജസുമാണ് പ്രധാനമായിട്ടും ഹൈക്കോർട്ട് കൊളീജിയത്തിൽ ആക്ട് ചെയ്യുന്നത്. ബട്ട് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, ദ ഗവൺമെന്റ് ക്യാൻ ഓൾസോ റേസ് ഒബ്ജെക്ഷൻസ് ആൻഡ് സീക്ക് ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് ദ കൊളീജിയംസ് ചോയ്സസ്. ബട്ട് ഇഫ് കൊളീജിയം റീഇറ്ററേറ്റ്സ് ദ സെയിം നെയിംസ്, ദ ഗവൺമെന്റ് ഇസ് ബൗണ്ട് ടു അപ്പോയിന്റ് ദം ടു ദ പോസ്റ്റ്. അതായത് ഇപ്പോൾ ഈ കൊളീജിയം, ഹൈക്കോർട്ട് കൊളീജിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ സുപ്രീം കോടതി കൊളീജിയം ആയിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു പുതിയൊരു ജഡ്ജിയുടെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരൊരു ഓർഡർ പറയുകയാണ്. ഇവർ ഓർഡർ എന്ന് പറയുമ്പോൾ ഫൈനൽ ഓർഡർ വരേണ്ടത് ലോ മിനിസ്ട്രി എന്നാണ്, ഗവൺമെന്റ് എന്നാണ് വരേണ്ടത്. ഇവർ റെക്കമെൻഡ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ ഇവർ ഒരാളുടെ പേര് റെക്കമെൻഡ് ചെയ്തു. ആ റെക്കമെൻഡ് ചെയ്ത പേര് ആദ്യം തന്നെ ഈ പറഞ്ഞ ഗവൺമെന്റ് അംഗീകരിക്കണം നിർബന്ധമില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഗവൺമെന്റ് ക്യാൻ ഓൾസോ റേസ് ഒബ്ജെക്ഷൻസ്. അയാളുടെ ആ ജഡ്ജിയുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനെ കുറിച്ചോ ഗവൺമെന്റ് വേണം എന്ത് ചെയ്യുക, റേസ് ചെയ്യാം, ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യാം, അതുപോലെ ക്ലാരിഫിക്കേഷൻസ് ആവശ്യപ്പെടാം കൊളീജിയത്തിനോട്. ബട്ട് വൺസ് വീണ്ടും അതേ വ്യക്തിയുടെ തന്നെ പേര് കൊളീജിയം റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഈസ് ബൗണ്ട് ടു അപ്പോയിന്റ് ദം. അപ്പൊ അത് രണ്ടാമത്തെ ചോയ്സിൽ ആ ഒരു ഗവൺമെന്റ് അത് കൃത്യമായിട്ടും അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ അതാണ് കൊളീജിയൽ സിസ്റ്റത്തിനെ കുറിച്ച് ഇന്ത്യൻ ജുഡീഷ്യൽ പറയുന്ന കാര്യം. പ്രധാനമായിട്ട് ഇറ്റ് ഇസ് നോട്ട് റൂട്ടഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമാണ് ഈ സിസ്റ്റം ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ദെൻ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി പറയുന്നത് ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട്, സുപ്രീം കോടതി ജഡ്ജസ് ഷുഡ് ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് സച്ച് ജഡ്ജസ് ഓഫ് ഹൈ courts and Supreme Courts as the President may deem necessary. The Supreme Court Chief Justice is to be consulted in all appointments except for his or her own. അപ്പോൾ സുപ്രീം കോടതിയുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർട്ടിക്കിൾ 124 നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ മ്യൂട്ട് ചെയ്ത് കൊളീജിയൻ സിസ്റ്റം എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. ഇനി ഹൈക്കോടതിയിലാണ് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ആർട്ടിക്കിൾ 217 പറയുന്നുണ്ട്, ഹൈക്കോടതി ജഡ്ജസ് ഷുഡ് ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഗവർണർ ഓഫ് ദ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ആൻഡ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട് കൺസേൺ ടു ഷുഡ് ബി കൺസൾട്ടഡ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൊളീജിയൻ സിസ്റ്റത്തെ കുറിച്ച് ഇൻഡയറക്ട്ലി മെൻഷൻ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 2 ആർട്ടിക്കിൾ പറയാൻ പറഞ്ഞാൽ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 124, ഹൈക്കോടതികളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 217 ആണെന്നുള്ള കാര്യം കൂടി മറക്കാതെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അല്ലാതെ ഡയറക്ട്ലി കൊളീജിയൻ സിസ്റ്റത്തെ കുറിച്ചിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പരാമർശിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി എക്സാം റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ആർട്ടിക്കിൾ. Center issues guidelines to tackle high rate of job card deletions under MGNREGS. അപ്പൊ ഇതിന്റെയും ഈ പറഞ്ഞ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റാസ്, ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ഉള്ള സംഭവം ഞാൻ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ പറഞ്ഞ റിപ്പീറ്റേഷൻസ് വരാതിരിക്കാനായിട്ട് അത് പറയുന്നില്ല. ബിക്കോസ് വീണ്ടും റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈം വാല്യുബിൾ ആയിട്ടുള്ള ടൈമും പിന്നെ കേൾക്കാൻ നിങ്ങൾക്ക് അത് ബോറിംഗ് ആയിട്ട് മാറിക്കാം. അതുകൊണ്ട് മെയിൻലി ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള MGNREGS സ്കീമിനെ കുറിച്ചാണ്. മൾട്ടിപ്പിൾ ടൈംസ് UPSC പ്രിലിംസിനും അതുപോലെ മെയിൻസിനും ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് MGNREG എന്ന് പറയുന്നത്. MGNREG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയും. MGNREGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നുള്ളതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്കീം അതൊരു റീസെന്റ് ആയിട്ടുള്ള സ്കീം ഒന്നുമല്ല, അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഏജ് ഓൾഡ് ആയിട്ടുള്ള സ്കീമാണ്. 2005 2005 പ്രധാനമായിട്ടും ഗവൺമെന്റ് ഈ MGNREGS സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഗവൺമെന്റ് ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ നാട്ടിൽ കാണുന്നതാണ്, കൂടുതലായിട്ടും ഈ ഒരു സ്കീമിൽ ഉൾപ്പെട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വുമൺ എംപവർമെന്റ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. വുമൺ എംപവർമെന്റ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ടു വുമൺ, അതുപോലെ തന്നെ റൂറൽ ഏരിയയിലെ വുമൺ. വുമൺ എന്നൊക്കെ നമ്മൾ പ്രധാനമായിട്ട് പറയുമ്പോഴും ഇത് റൂറൽ ഏരിയയിലെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കണം, MGNREGS സ്കീം എവിടെയോട്ടില്ല, അർബൻ ഏരിയാസിലോട്ട് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് MGNREG ഞാൻ ഓൾറെഡി പറഞ്ഞു 2005 ഇതിന്റെ ആക്ടും കാര്യങ്ങളൊക്കെ വന്നത്. ഇതിലൂടെ ശരിക്കും പറഞ്ഞപ്പോൾ നമുക്ക് റൈറ്റ് ടു വർക്ക് എന്നുള്ള, റൂറൽ സിറ്റിസൺസ് റൈറ്റ് ടു വർക്ക് എന്നുള്ള സംഭവം ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു നിയമത്തിനകത്ത് പറയുന്നത്. ഈ ഒരു നിയമത്തിനകത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മിനിമം എത്ര ദിവസത്തെ വർക്കാണ് കൊടുക്കുന്നത്? 100 days. അതും ഏത് തരത്തിലുള്ള വർക്കുകളാണ് കൊടുക്കുന്നത്? അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്ക്. ഇപ്പൊ വർക്കുകൾ എന്ന് പറയുമ്പോൾ സ്കിൽഡ് ആയിട്ടുള്ളതുണ്ട്, മാനുവൽ അൺസ്കിൽഡ് ആയിട്ടുള്ളതുണ്ട്. ഇവിടെ അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്കാണ് 100 days മിനിമം നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. ആ മിനിമം 100 days കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കോമ്പൻസേഷൻ പോലും കൊടുക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് MGNREG ഈസ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു റൂറൽ സിറ്റിസൺസ് ആൻഡ് ടു ഇംപ്രൂവ് ദെയർ എക്കണോമിക് കണ്ടീഷൻസ്. ഓക്കെ,
ഇനി ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കുറച്ച് ഇതിന്റെ കീ പ്രൊവിഷൻസ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ, ആർക്കൊക്കെ ഇതിന്റെ പ്രകാരം വർക്ക് കാർഡ് ജോബ് കാർഡ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, ആൻഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ് അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ആയിരിക്കണം, 18 വയസ്സ് പൂർത്തിയായിരിക്കണം ആപ്ലിക്കേഷൻ സമയത്ത്, റൂറൽ ഹൗസ് ഹോൾഡിൽ പെടുന്ന ആളായിരിക്കണം, വില്ലിംഗ് ടു ഡു അൺസ്കിൽഡ് വർക്ക്. ഇത്രയും കാറ്റഗറി സാറ്റിസ്ഫൈഡ് ആകുന്ന ആളുകൾക്കാണ് ഇതിനകത്ത് MG എനർജിയുടെ വർക്ക് കാർഡ് കിട്ടാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൽ പ്രകാരം ഗ്യാരണ്ടി എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, 100 days ഓഫ് മിനിമം ആണ് വർക്ക് ഗ്യാരണ്ടി, അൺസ്കിൽഡ് വർക്ക് ഗ്യാരണ്ടി. അത് കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കോമ്പൻസേഷൻ ആണെങ്കിൽ കൊടുക്കേണ്ടി വരും. അതാണ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് എന്ന് പറയുന്നത്. ഈ വർക്ക് ഈസ് നോട്ട് അസൈൻ വിത്തിൻ 15 days, ദ ആപ്ലിക്കന്റ് ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് an unemployment allowance, and this allowance is 1/4 of the minimum wage for the first 30 days and half for the following period. അതായത് നമ്മൾ ജോബ് കാർഡിന് രജിസ്റ്റർ ചെയ്തു, ആദ്യത്തെ 15 ദിവസമായിട്ട് നമുക്ക് ജോലി തരാൻ പറ്റിയിട്ടില്ല എങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് അലവൻസിന് അർഹതയുണ്ട്. ഫോർ ദ ഫസ്റ്റ് 30 days നമുക്ക് എത്രയായിരുന്നു ഒരു ദിവസത്തെ കൂലി, അതിന്റെ 1/4 വെച്ച് തരണം. ഇനി ബാക്കിയുള്ള 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലോ ഓരോ ദിവസം എത്രയാണോ വേജ് അതിന്റെ 1/5 1/2 സോറി അതിന്റെ നേരെ പകുതി 1/2 ഈ പറഞ്ഞ രീതിയിൽ, ഹാഫ് ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് വേജസ് അലവൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. then ഈ പറഞ്ഞ രീതിയിൽ സോഷ്യൽ ഓഡിറ്റ് കൃത്യമായിട്ട് നടത്തിയിരിക്കണം. ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് സോഷ്യൽ ഓഡിറ്റ് ഇതിനകത്ത് നടത്തണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ വേജസിന്റെ കാര്യമാണെങ്കിൽ പറയുന്നത് ഡെയിലി ആയിരിക്കത്തില്ല, മാക്സിമം വീക്ക്ലി വേജസ്, വീക്ക്ലി എങ്കിലും മുടങ്ങാം. ഡെയിലി കൊടുക്കാൻ പറ്റുവാണ് നല്ലതാണ്, എങ്കിൽ പോലും വീക്ക്ലി ആണ് പലപ്പോഴും ഇതിന്റെ വേജസ് ആയിട്ട് കൊടുക്കാറുള്ളത്. ആ വീക്ക്ലി വേജസ് കൊടുക്കുന്നത് മുടങ്ങാൻ പാടില്ല എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ്സിനകത്ത് ഈ പ്രൊവിഷൻ പറയുന്നുണ്ട്. അതായത് മാക്സിമം പോയി ഒരു ഡിലേ എന്ന് പറഞ്ഞാൽ 15 days, 15 ഡേയ്സിന് ഡിലേ വരാൻ പാടുള്ളൂ, 15 ഡേയ്സിന് മുകളിൽ പോകാൻ പാടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് MG എനർജിയിൽ ഉൾപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും വേജസ് ഈ 15 ദിവസത്തിനുള്ളിൽ മാസങ്ങളോളം ഈ പറഞ്ഞ പെൻഡിങ് ആയിട്ട് കിട്ടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം. സെൻട്രൽ ഇഷ്യൂസ് ഗൈഡ് ലൈൻസ് ടാക്കിൾ ഹൈ റേറ്റ് ഓഫ് ജോബ് കാർഡ് ഡിലീഷൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 10.43 കോടി ആളുകളുടെ ഈ ജോബ് കാർഡ്സ് ആണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ജോബ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത് എന്തുകൊണ്ടിട്ടാണ് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ പല പല കാരണമാണ് ഡിലീറ്റ് ചെയ്തത്. ഒന്നത്തെ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഇവരുടെ റെസിഡൻഷിപ്പ് മാറിയിട്ടുണ്ടാവും. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ കണ്ടോ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ റൂറൽ ഹൗസ് ഹോൾഡ് ആയിരിക്കണം. നമ്മുടെ താമസം റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയ്ക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജോബ് കാർഡ് ഓട്ടോമാറ്റിക്കലി കട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും പേരുടെ ജോബ് കാർഡ്സ് ഈ ഒരു 4 വർഷത്തിൽ കട്ടായപ്പോഴും ഗവൺമെന്റ് പലപ്പോഴും അത് എന്തുകൊണ്ട് കട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കൃത്യമായുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല. അതാണ് ഇതിനകത്ത് ഇപ്പോൾ ഗൈഡ് ലൈൻസ് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ ഗവൺമെന്റ് ഈ ഇറക്കിയിരിക്കുന്ന ഗൈഡ് ലൈൻസ് മൂലം ഈ പറഞ്ഞ ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇത് ജോബ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഏതെങ്കിലും വ്യക്തിയുടെ ജോബ് കാർഡ് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൺ ദ ബേസ് ഓഫ് എബോവ് ഗിവൺ റീസൺസ്. അതായത് ചില റീസൺസ് പറ ഓൺലി ഫോർ ദ റീസൺസ് സച്ച് ആസ് പെർമനന്റ് മൈഗ്രേഷൻ ഓഫ് ദ ഹൗസ് ഹോൾഡ് ടു അർബൻ ഏരിയാസ്. നമ്മൾ പറഞ്ഞ റൂറലുള്ള ആളുകൾക്കാണ് കിട്ടുന്നത്. അപ്പൊ അർബൻ ഏരിയസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ദെൻ രണ്ടാമതായിട്ട് ഓർ ടു എ ഡിഫറെന്റ് പഞ്ചായത്ത്, നമ്മൾ ആ വർക്ക് ചെയ്തിരുന്ന പഞ്ചായത്തിൽ നിന്ന് മാറി വേറൊരു പഞ്ചായത്തിലേക്ക് മാറിയാലും വേണമെങ്കിൽ നമ്മുടെ ജോബ് കാർഡ് ക്യാൻസൽ ചെയ്യാം. ഇനി മൂന്നാമത് ഗ്രാമപഞ്ചായത്ത് ബീങ് ഡിക്ലെയർഡ് ആൻ അർബൻ സെറ്റിൽമെന്റ്, നമ്മൾ ആ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ നിന്നിരുന്ന ഗ്രാമപഞ്ചായത്ത് ഒരു അർബൻ സെറ്റിൽമെന്റ് ആയിട്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ദെൻ ദ കാർഡ് പ്രൂവ് ടു ബി എ ഡ്യൂപ്ലിക്കേറ്റ്, നമുക്ക് കിട്ടിയ കാർഡ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് രീതിയിൽ ഉണ്ടാക്കിയതാണ് എന്ന് കള്ളത്തരത്തിൽ പറഞ്ഞ രീതിയിൽ സംഘടിപ്പിച്ചതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജോബ് കാർഡ് ക്യാൻസൽ ഔട്ട് ചെയ്യാം. അതുപോലെ രജിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ഫോർജ് ഡോക്യുമെന്റ്സ്, നമ്മൾ ആ ജോബ് കാർഡിന് വേണ്ടി രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഫോർജ് ഡോക്യുമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കള്ളത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കി സൃഷ്ടിച്ച ഡോക്യുമെന്റ്സ് ആണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്കറിന്റെ ഡെത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജോബ് കാർഡ് ക്യാൻസൽ ചെയ്ത് കളയാം എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ കൃത്യമായിട്ടും ആ വിവരങ്ങൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ കൃത്യമായിട്ടും ഈ ഒരു കറസ്പോണ്ടിങ് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. കോസ് ഓഫ് ഡിലീഷനും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടായിരിക്കും. കോസ് ഓഫ് ഡിലീഷൻ ഓഫ് ഈച്ച് ജോബ് കാർഡ് ഹാസ് ടു ബി റിവീൽ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്വൈസ് എ ഇയർ ദ ഗൈഡ് ലൈൻ സജസ്റ്റ് ഗ്രാമസഭ ഹൗ ടു ബി കൺവീൻ ടു ഡിസ്കസ് ദ ഡ്രാഫ്റ്റ് ലിസ്റ്റ് ഓഫ് ജോബ് കാർഡ്സ്. അതായത് ഒരു വർഷത്തിൽ 2 വട്ടമെങ്കിലും ഈ ഗ്രാമസഭ ചേർന്നിട്ട് ആ ജോബ് കാർഡ്, തങ്ങളുടെ ആ പഞ്ചായത്തിലെ ജോബ് കാർഡുകൾ ക്യാൻസൽ ചെയ്യുന്ന ആളുകളുടെ ഒരു ഡ്രാഫ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ അലിഗേഷൻസ് ഉണ്ടെങ്കിൽ, വർക്കേഴ്സിന്റെ ഭാഗത്ത് അലിഗേഷൻസ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വേണം മാത്രമേ അത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ജോബ് കാർഡ് ഡേറ്റാസ് ഈ പറഞ്ഞ ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും ചെയ്യുന്ന പോലെ ചുമ്മാ ഈ പറഞ്ഞ ഒരാളുടെ ജോബ് കാർഡ് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. കൃത്യമായുള്ള ഗൈഡ് ലൈൻസോടുകൂടി വിവരങ്ങൾ നൽകിയതിനു ശേഷം മാത്രമേ ക്യാൻസൽ ചെയ്ത് കളയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്ന ഗൈഡ് ലൈൻസ്. ഇത് ഈ ഒരു പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് MG എനർജി ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വർക്ക് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ MG എനർജിയെ വർക്ക് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കീഴിലാണെന്നുള്ള കാര്യം മാർക്ക് അത് ഓർത്തിരിക്കുക. പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിച്ച് തന്നേക്കാം, മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞത് തെറ്റിച്ച് തന്നേക്കാം. അതൊന്നുമല്ല, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് പഠിക്കാനുള്ളത്. ദെൻ മൂവിംഗ് ഓൺ ടു തേർഡ് ആർട്ടിക്കിൾ.
ഗവൺമെന്റ് മൂഡ്സ് അബോളിഷിംഗ് ഡിജിറ്റൽ ടാക്സ് ഓൺ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്സ് ഫ്രം April 1. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്സിനെ കുറിച്ചാണ്, അവരുടെ ടാക്സിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇന്ത്യൻ ടാക്സേഷൻ നിയമപ്രകാരം നമ്മളൊരു കമ്പനിയെ ടാക്സ് ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട അവരുടെ വരുമാനം ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ നിന്നായിരിക്കണം. അതിന് പോയിന്റ് ഓഫ് എഫക്റ്റീവ് പോയം എന്ന് പറയും, പോയിന്റ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയും. അപ്പോൾ പോയം ഈ പറഞ്ഞ ഇന്ത്യയിലാണെങ്കിൽ ആ കമ്പനിയെ കൃത്യമായിട്ടും ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് ടാക്സേഷൻ ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ ആ കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ അവരെ നമുക്ക് ടാക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പല കമ്പനികളും ഈ രണ്ട് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത കമ്പനികളുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ചില കമ്പനികൾ അവർ സേഫ് ഹെവൻസ്, ടാക്സ് ഹെവൻ കൺട്രീസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്, ടാക്സ് വളരെ തുച്ഛമായ രീതിയിലുള്ള രാജ്യങ്ങൾ, അവിടങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ഈ പറഞ്ഞ പോലെ അവരുടെ ഓപ്പറേഷൻസ് കൂടുതൽ, അല്ലെങ്കിൽ അവർ പ്രധാനമായിട്ട് വരുമാനം മേടിക്കുന്നതൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നായിരിക്കും. അങ്ങനെയുള്ള പല കമ്പനികൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഡിജിറ്റൽ കമ്പനീസ് ലൈക്ക് ഗൂഗിൾ, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആമസോൺ, ഇ കൊമേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആമസോണും ഫ്ലിപ്കാർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കമ്പനി അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. വാൾമാർട്ട് ആണ് അവർ പ്രൊമോസർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാതെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വരുമാനം ഇവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിനെ പരിഹാരം എന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ 2016 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു ടാക്സ് സിസ്റ്റമാണ് നോൺ ആസ് ഡിജിറ്റൽ ടാക്സ്. എസ്പെഷ്യലി ആ ടൈമിൽ തന്നെ അറിയപ്പെട്ട പേരാണ് ഈക്വലൈസേഷൻ ലെവി, അല്ലെങ്കിൽ ജസ്റ്റ് ഡിജിറ്റൽ ടാക്സ് പറയുന്ന മറ്റൊരു പേരാണ് ഈക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത്. ആ ഒരു സ്കീമിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തത് ഗൂഗിളിനെയാണ്. ഗൂഗിൾ പോലുള്ള കമ്പനികളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ടാക്സ് ചെയ്യുന്നത്, ഗൂഗിളും അതുപോലെ ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളെ. കാരണം ഗൂഗിളൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും ഒരുപാട് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് കോടി രൂപകൾ ഈ പറഞ്ഞ രീതിയിൽ കസ്റ്റമേഴ്സിന്റെ ഇത് വാങ്ങാറുണ്ട്. പക്ഷെ ആ മേടിക്കുന്ന പൈസയുടെ ഈ പറഞ്ഞ ടാക്സ് ഒന്നും തന്നെ എവിടെയോട് അടയ്ക്കുന്നുണ്ടായിരുന്നില്ല, ഇന്ത്യയിലേക്ക് അടയ്ക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഇക്വലൈസേഷൻ ലെവി അഥവാ ഡിജിറ്റൽ ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് 2016 നമ്മൾ പുതിയൊരു ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നു. അതിലേക്ക് ഗൂഗിളിനെയും അതുപോലെ ഫേസ്ബുക്കിനെയും ഒക്കെ തന്നെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് 2020 ഈ പറഞ്ഞ പോലെ, അന്ന് ഫസ്റ്റ് ഓഫ് ഓൾ 2016 ആ ടാക്സിന്റെ ഈ പറഞ്ഞ പോലെ റേറ്റ് എന്ന് പറഞ്ഞാൽ 6% ആയിരുന്നു. പിന്നീട് 2020 കാലഘട്ടം ആയപ്പോഴേക്കുമാണ് നമ്മൾ ഇ കൊമേഴ്സ്, കാരണം ആ ഒരു ടൈമിലാണ് കുറേ കൂടെ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ ഇവിടെ വളരാനായിട്ട് തുടങ്ങി. എസ്പെഷ്യലി കോവിഡിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ ഓൺലൈനിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയതും ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ 2020 ഇനി മുതൽ ഈക്വലൈസേഷൻ ലഭിക്കാത്ത നമ്മൾ ഓൺലൈൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യുമെന്ന രീതിയിൽ പുതിയ അറിയിപ്പ് കൊണ്ടത്. അങ്ങനെ 2020 അവർക്ക് 2% ലെവി ഉൾപ്പെടുത്തി നമ്മൾ ഈക്വലൈസേഷൻ ലെവി 2.0 അല്ലെങ്കിൽ ഡിജിറ്റൽ ടാക്സ് 2.0 എന്നുള്ള പേരിലേക്ക് പുതിയതായിട്ട് അവതരിപ്പിച്ചു. ബട്ട് 2024 നമ്മൾ ഈ ഒരു സംവിധാനം ക്യാൻസൽ ഔട്ട് ചെയ്ത് കളഞ്ഞു. ആ ഈക്വലൈസേഷൻ ലെവൽ 2.0 എന്നുള്ളത് ഗവൺമെന്റ് അബോളിഷ് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് ആ ടൈമിൽ വന്നു കഴിയുമ്പോൾ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ആമസോൺ ആയാലും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആയാലും ഇവരെല്ലാം കൂടുതലും US ബേസ്ഡ് കമ്പനീസാണ്. അപ്പോൾ US-നെതിരായിട്ടുള്ള നീക്കമാണ് എന്നുള്ള രീതിയിലേക്ക് വന്ന് ആ US ഗവൺമെന്റ് ഒരു പ്രഷർ ഒക്കെ കാരണം നമ്മൾ 2024 ആ ഒരു ടാക്സ് അബോളിഷ് ചെയ്ത് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിച്ചത് നമ്മുടെ ഈക്വലൈസേഷൻ ലെവൽ 1.0, അതായത് വെറും ഡിജിറ്റൽ ടാക്സ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, ഗൂഗിളിനെതിരെയൊക്കെ നമ്മൾ ടാക്സ് ചെയ്ത്, അതും നമ്മൾ അബോളിഷ് ചെയ്യാനായിട്ട് പോകുന്നു എന്ന രീതിയിലാണ് വാർത്ത വരുന്നത്. ആൻഡ് ദാറ്റ്സ് ഫ്രം April 1, 2025 മുതൽ നമ്മൾ അബോളിഷ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. ഇതാണ് ബേസിക്കലി ആ വാർത്തയുടെ ഒരു എന്താ പറയാ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എക്സാം റിലേറ്റഡ് പഠിച്ചിരിക്കേണ്ടത് എന്താണ് ഡിജിറ്റൽ ടാക്സ് എന്ന് പറഞ്ഞിരിക്കുക, ആർക്കൊക്കെ മുകളിലാണ് ഡിജിറ്റൽ ടാക്സ് ചെയ്യുന്നുള്ള കാര്യം. സോ ഇന്ത്യൻ ടാക്സേഷൻ നിയമപ്രകാരം digital tax primarily refers to equalization levy, initially introduced in 2016 as 6% tax on online advertisement services like Google, etc. Later, it was expanded to in 2022 include 2% levy on e-commerce transaction like for Amazon, Flipkart, etc. And later, 2024 ഈ രണ്ടാം ഭാഗം ഇക്വലൈസേഷൻ ലെവി 2.0 ക്യാൻസൽ ചെയ്തു. ഇപ്പോഴാണ് നമ്മൾ വീണ്ടും ഇക്വലൈസേഷൻ ലെവി 6% ഇക്വലൈസേഷൻ ലെവി എന്നുള്ള സംവിധാനം എടുത്ത് കളയാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നത്. ആൻഡ് ഇറ്റ്സ് ഡിസൈൻ ടു എൻഷുർ ദാറ്റ് ഫോറിൻ ഇതെന്തിനാണ് കൊണ്ടുവന്ന് ചോദിച്ചാൽ ഫോറിൻ ഡിജിറ്റൽ കമ്പനീസ് വിച്ച് മേ നോട്ട് ഹാവ് എ ഫിസിക്കൽ പ്രസൻസ് ഇൻ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ടു ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിലേക്ക് അവർ പേയ്മെന്റ് നടത്താനായിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത്. ബട്ട് ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നോട്ട് വെച്ചത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദാറ്റ് ആർട്ടിക്കിൾ. ദെൻ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് എഡിറ്റോറിയൽ പേജിലെ കൊളോസൽ വേസ്റ്റേജ് ദാറ്റ് ഇസ് ഫുഡ് ഫോർ തോട്ട് എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം it reveals that in 2022, the world wasted 1.05 billion tons of food, equating to nearly 20% of all food available to consumers. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റേജ് നമ്മുടെ രാജ്യത്ത് ഗ്ലോബലി പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റേജിന്റെ അളവ് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് വേസ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളാണെങ്കിൽ വീട്ടിൽ പലപ്പോഴും ഓരോ ആഹാരങ്ങൾ പാകം ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള അളവിലായിരിക്കത്തില്ല പാകം ചെയ്യുന്നത്. നമ്മളൊരു എക്സ്ട്രാ ഈ പറഞ്ഞ കൂടുതൽ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ എല്ലാ വീടുകളും നിങ്ങൾക്ക് അറിയാം. കാരണം ഇങ്ങനെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും അതിഥികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ
അവർക്കും കൂടെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഫുഡ് ഈ പറഞ്ഞ എക്സ്ട്രാ ആയിരിക്കും കുക്ക് ചെയ്യുന്നുണ്ടാവുക. ബട്ട് അത് യൂഷ്വലി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലും അത്രയും ചിലപ്പോൾ ഫുൾ ആയിട്ട് കഴിച്ചു വന്നേക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ബാക്കി ഈ പറഞ്ഞ കളയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന എക്സ്ട്രാ ഫുഡ് എന്ന് പറയുന്നവരാണ് ഫുഡ് വേസ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ 2024 റിപ്പോർട്ടിനകത്ത് 2022 കാര്യമാണ് പറയുന്നത്. 2022 മാത്രം ലോകത്ത് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 1.05 ബില്യൺ ടൺസ് വരുന്നുള്ളതാണ്, വിച്ച് ഇസ് 20% ഓഫ് ഓൾ ദ ഫുഡ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്. അപ്പൊ അത്രയും വലിയൊരു തോത് നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കി കളയുന്നുണ്ട്. ഇതിൽ ഇൻഡിവിജ്വലി രാജ്യങ്ങൾ എടുക്കുവാണെങ്കിൽ ഇന്ത്യ ടോപ്പിലാണ് നിൽക്കുന്നത്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ചൈന ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയാണ് നിൽക്കുന്നത്. അത് വളരെ അലാർമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. ബിക്കോസ് ഇന്ത്യയുടെ കണക്കുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആസ് പെർ ദ റിപ്പോർട്ട് ഏകദേശം നമ്മൾ ഇന്ത്യയിലെ ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 kilograms ആണ് ആനുവലി പെർ ഹൗസ് ഹോൾഡ് വരുന്നത്. പെർ ഹൗസ് ഹോൾഡ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു വർഷം ഓരോ വീടുകളിലും 55 കിലോഗ്രാം ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ പെർ ഹൗസ് ഹോൾഡ് കണക്കാക്കുമ്പോൾ പല രാജ്യങ്ങളെക്കാളും ചെറുതാണ്. ഉദാഹരണത്തിന് US അത് 73 kg ഒക്കെയാണ്. പക്ഷേ ഇന്ത്യയുടെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സിന്റെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ ആ 55 kg ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് വലിയൊരു നമ്പർ തന്നെയായിട്ട് മാറും. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയൊക്കെയുള്ള രാജ്യമാണല്ലോ ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും വലിയ അലാർമിംഗ് ആയിട്ട് മാറുന്നത്. ഇനി ഇവിടെ നമ്മൾ ആ കണക്കുകൾ എടുക്കുമ്പോഴേക്കും ഗ്ലോബൽ ലെവൽ ഫിഗർ കംസ് ഈവൻ മോർ ഡിസ്റ്റർബിംഗ് വെൻ വൺ കൺസിഡേഴ്സ് ദാറ്റ് 783 മില്യൺ പീപ്പിൾ ആർ ഫേസിംഗ് ഹങ്കർ. ഗ്ലോബൽ ലെവലിൽ നമ്മൾ ഇത്രയും വലിയ തോതിൽ ഫുഡ് വേസ്റ്റ് ചെയ്ത് കളയുന്നു പറഞ്ഞല്ലോ. അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തെമ്പാടും 783 മില്യൺ ആളുകളാണ് ഹങ്കർ മൂലം ഒരു നേരത്തെങ്കിലും ഫുഡ് മര്യാദ കിട്ടാതെ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെടുന്ന ആളുകൾ. അതിന്റെ ക്രൈസിസ് നമുക്ക് ഇന്ത്യയിൽ മനസ്സിലാക്കണമെങ്കിൽ ഈച്ച് ഇയർ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഫുഡ് എന്ന് പറയുന്നത് 78 മില്യൺ ടൺസ് ആണ്. 55 kg പെർ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പെർ ഇയർ ഇന്ത്യയിൽ വേസ്റ്റ് ചെയ്ത് കളയുന്ന 78 മില്യൺ ടൺസ് ഓഫ് ഫുഡ് ഉണ്ട്. അതേ സ്ഥാനത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ 20 കോടി ആളുകൾ ഈ പറഞ്ഞ ഗോ ടു ബെഡ് ഹംഗ്രി എന്നുള്ള കണക്ക് നമ്മൾ പറയേണ്ടി വരും. 20 കോടി ആളുകൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഒരു നേരത്തെങ്കിലും ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാതെ ഹംഗ്രി ആ ഒരു സ്റ്റേജിൽ ഈ പറഞ്ഞ ബെഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവരുടെ ദിവസം അവസാനിപ്പിക്കുന്ന ആളുകളും ഇന്ത്യയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരു വർഷം 78 മില്യൺ ടൺസ് ഓഫ് ഫുഡാണ് വേസ്റ്റ് ആക്കി കളയുന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനോട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബണ്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അലോങ് സൈഡ് പെർസിസ്റ്റന്റ് ഫുഡ് എക്സിബിയും ഒന്ന് അബണ്ടന്റ് ആയിട്ട് നമ്മൾ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ നോക്കുവാണെങ്കിൽ ഫുഡ് ഗ്രെയിൻസിന്റെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമൊക്കെയാണ്. പണ്ട് നമുക്ക് വളരെ സ്കേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ഒക്കെ നടപ്പാക്കി കഴിഞ്ഞപ്പോഴേക്കും വി ബിക്കെയിം ഫുഡ് പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ട് മാറി. ഫുഡ് ഈ പറഞ്ഞ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറി. എക്സ്പോർട്ടും കൂടി ആയിട്ട് മാറി. പക്ഷെ അതേ സാഹചര്യത്തിൽ നമ്മൾ വേസ്റ്റേജിന്റെ കാര്യത്തിലും ഇത്രയും നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വളരെ പ്രശ്നം തന്നെയാണ്. ഒരു സോഷ്യൽ ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള സിസ്റ്റം തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഫുഡിന് വേസ്റ്റേജ് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യണം. ഫുഡ് ലോസേജും ഉണ്ട്. ഫുഡ് ലോസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്ത ധാന്യം അത് പൂർണ്ണ തോതിൽ അത് കൺസ്യൂമേഴ്സിലേക്ക് എത്താറില്ല പലപ്പോഴും. ഇപ്പൊ 100 കിലോ നമ്മൾ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 60 കിലോ ആയിരിക്കും കൺസ്യൂമറിന്റെ കാര്യത്തേക്ക് എത്തുന്നത്. ബാക്കി 40 കിലോ നമുക്ക് ഇൻ ബിറ്റ്വീൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഒന്ന് പ്രൊക്യൂർമെന്റ് സമയത്ത് നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് നഷ്ടപ്പെട്ടു പോകാം, സ്റ്റോറേജ് സമയത്ത് നഷ്ടപ്പെടും, അവിടെയൊക്കെ കേടുപാടുകൾ വരാം. ഇങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ ഫുഡ് ലോസേജ് എന്ന് പറയുന്നത്. നേരെ തിരിച്ച് നമ്മൾ പാകം ചെയ്തിട്ട് കളയുന്ന ഫുഡിനെയാണ് നമ്മൾ ഫുഡ് വേസ്റ്റേജ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ ഈ ഒരു ഹങ്കറും കാര്യങ്ങളും മീൻസ് നമുക്ക് പെർസിസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഹങ്കർ പെർസിസ്റ്റന്റ് നിന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ലോസേജ് ഒരുപാട് കൂടുതലുണ്ട്. നമുക്ക് കൃഷി ചെയ്യുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇൻ ബിറ്റ്വീൻ കുറേ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡിക്വേറ്റഡ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നമ്മുടെ സപ്ലൈക്ക് സാധിക്കുന്നില്ല. വിച്ച് മീൻസ് അവിടെ ഇൻഫ്ലേഷൻ വരാം. ആളുകൾക്ക് എല്ലാവർക്കും ഇത് ഭക്ഷണം വാങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നേക്കാം. രണ്ടാമത്തെ കേസാണ് ഈ പറഞ്ഞത് നമ്മൾ ഭക്ഷണം വാങ്ങിച്ചിട്ട് അത് വെറുതെ വേസ്റ്റ് ആക്കി കളയുക എന്ന് പറയും. വേസ്റ്റ് ആക്കി കളയുമ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യും. അതായത് നമ്മൾ ഈ പറഞ്ഞ നോർമലി ഒരു വീട്ടിലേക്ക് ഒരു ദിവസം മേ ബി ഒരു കിലോ അരി മതിയായിരിക്കാം. പക്ഷേ നമ്മളൊരു ഓവറായിട്ട് കുക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 1.5 കിലോ വീഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പാകം ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് എക്സ്ട്രാ ഡിമാൻഡ് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് ടോട്ടലി എല്ലാ ആളുകളും ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിൽ ഒരുപാട് കൂടുതൽ നമ്മൾ ഭക്ഷണങ്ങൾ വാങ്ങാൻ റെഡിയാകുന്നു. അങ്ങനെ വരുമ്പോഴേക്കും മാർക്കറ്റിൽ ഈ പറഞ്ഞ സപ്ലൈക്കാൾ കൂടുതൽ ഡിമാൻഡ് വരുമ്പോഴേക്കും ഇൻഫ്ലേഷൻ വരുന്നു. അത് നോർമലി സാധാരണ ആളുകൾക്ക് അത് ഫുഡ് വാങ്ങാനായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ സൃഷ്ടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇത്തരത്തിൽ ഫുഡ് നമ്മൾ വേസ്റ്റേജ് ആക്കി കളയുമ്പോഴേക്കും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാക്കും. ബിക്കോസ് ഇങ്ങനെ ഉണ്ടാകുന്ന ഫുഡ് ലോസിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് മീഥെയിൻ ഗ്യാസ് എമിഷൻസും ഒക്കെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ പോലെ എക്കോളജിക്കൽ ഈ പറഞ്ഞ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇൻ ഇന്ത്യ ഫുഡ് വേസ്റ്റ് അക്കൗണ്ട്സ് ടു 10 to 12% ഓഫ് ടോട്ടൽ മുനിസിപ്പൽ വേസ്റ്റ്. ടോട്ടൽ മുനിസിപ്പൽ വേസ്റ്റിന്റെ 10 മുതൽ 12% ഫുഡ് വേസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ഈ പറഞ്ഞ രീതിയിൽ ഇതെല്ലാം നമ്മൾ മീഥെയിൻ ഗ്യാസ് എമിഷൻസ് ലാൻഡ് ഫില്ലുകൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ നിന്നൊക്കെ തന്നെ മീഥെയിൻ ഗ്യാസ് എമിഷൻസ് പൊട്ടൻഷ്യൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ദെൻ UN ക്ലൈമറ്റ് ചേഞ്ച് 2024 റിപ്പോർട്ട് പ്രകാരം
ഫുഡ് ലോസ് ആൻഡ് വേസ്റ്റ് ജനറേറ്റ് 8 to 10% ഓഫ് ആനുവൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഗ്ലോബലി. ഈ ഡേറ്റസ് നമുക്ക് മെയിൻസിന് ആവശ്യം വരുന്നത് കേട്ടോ. അപ്പൊ UN ക്ലൈമറ്റ് ചേഞ്ച് 2024 റിപ്പോർട്ട് പ്രകാരം ഫുഡ് ലോസ് ആയി പോകുന്ന ഫുഡും വേസ്റ്റ് ആയി കളയുന്ന ഫുഡുമാണ് ഏകദേശം നമ്മുടെ ആനുവൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ 8 to 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഓർക്കാം. ആൻഡ് ഈ ഫുഡ് വേസ്റ്റ് വാസ് ദ ഫോം ഓഫ് കൺട്രി. ഫുഡ് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺട്രിയുടെ രൂപത്തിലാണെങ്കിൽ ഇറ്റ് വുഡ് ബി തേർഡ് ലാർജ് എമിറ്റർ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആഫ്റ്റർ ചൈന ആൻഡ് US. അപ്പൊ ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന ചൈനയും അത് കഴിഞ്ഞ് US ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് മുഴുവൻ കൂടെ നേരത്തെ ഒരു രാജ്യമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അത് അത്രത്തോളം വലിയൊരു ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റർ ആയിട്ട് മാറിയനെ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതുകൊണ്ട് നമ്മൾ ഫുഡ് വേസ്റ്റ് എമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്കണോമിക്കൽ ലോസ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, എക്കോളജിക്കൽ ആയിട്ടുള്ള ലോസസും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇതിനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് നമുക്ക് സസ്റ്റൈൻ ഡെവലപ്മെന്റ് ഗോളിനകത്ത് 2 ആണ് സീറോ ഹങ്കർ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് അതുപോലെ തന്നെ സസ്റ്റൈൻ ഡെവലപ്മെന്റ് 12 പറയുന്നുണ്ട്, 12.3 പറയുന്നുണ്ട് റെഡ്യൂസ് ഫുഡ് വേസ്റ്റ് അറ്റ് റീറ്റെയിൽ ആൻഡ് കൺസ്യൂമർ ലെവൽസ് പറയുന്നുണ്ട്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റേജും ഫുഡ് ലോസസും നമുക്ക് മാക്സിമം ആയിട്ട് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് എഡ്യൂക്കേഷൻ അവയർനെസ് പ്രോഗ്രാംസ് കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റും പോളിസീസ് നടപ്പാക്കണം. ബിക്കോസ് ഗവൺമെന്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ടൈമിലി ഫുഡ് ഗ്രെയിൻസ് പ്രൊക്യൂർ ചെയ്യണം. അത് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. സേഫ് ഇൻ ദ സെൻസ് എല്ലാ അർത്ഥത്തിലും അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ അതിന് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം. ഇങ്ങനെ പ്രിസർവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് സിസ്റ്റം നമുക്ക് ഇവിടെ രൂപപ്പെടുത്തിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ വരും തലമുറകളും കൃത്യമായിട്ടും ഇത്തരമുള്ള ഫുഡ് സ്കേഴ്സിറ്റി ഒക്കെ തന്നെ ഒരുപാടധികം നേരിടേണ്ടി വരും. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ പ്രശ്നം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സേവ് ഫുഡ് ഷെയർ ഫുഡ് എന്നുള്ള ഇന്ത്യയുടെ അത്തരത്തിൽ നല്ല ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സിലൂടെയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ നടത്തുന്ന അവയർനെസ് പ്രോഗ്രാമിലൂടെയും പോളിസി മേക്കേഴ്സിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സ്കീമുകളൊക്കെ ഉണ്ടാക്കി ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ അഗ്രികൾച്ചറിനെ ഒരു സസ്റ്റൈനബിൾ മേഖലയാക്കി നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇത്രയാണ് മെയിൻലി ഒരു ആർട്ടിക്കിൾ. വളരെ നമുക്ക് മെയിൻസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആകുന്ന വളരെ കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. ദെൻ ലാസ്റ്റ് നമ്മുടെ ഒരു MCQ ആണ്, ചൂസ് ചെയ്യുന്ന MCQ ആണ്. ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. സോ ദാറ്റ്സ് ഓൾ. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാണ്ടായിരുന്നത്. അപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണ് വിശ്വസിക്കും. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. താങ്ക് യു.